എന്റെ അഭിപ്രായത്തിൽ KP ചെയ്തതിൽ ഒരു തെറ്റില്ല. ആ വരുത്തന്മാർക്ക് അങ്ങനെ തന്നെ കിട്ടണം. ഒരു കല്യാണം തീരുമാനിക്കുക, പിന്നെ ഒരു തോന്നലിന് വേണ്ടാന്ന് വെക്കുക. വള്ളപ്പുരല്ല അവന്റെ ഒക്കെ വീടാ കത്തിക്കേണ്ടത്. ഈ കേസിൽ ഞാൻ KPയുടെ ഭാഗത്താ. തുണി തൈ നിനക്കത് പറയാം. പോലീസിന് തന്നെ മുഴുവൻ കിട്ടിയ ഞങ്ങളുടെ പിള്ളേർക്കാ. KP നേരിട്ട് നിന്ന് കുറ്റം ഏറ്റു പറഞ്ഞല്ലേ, പിന്നെന്തിനാ നല്ലത് അവരെ? KP പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണ ഗ്യാപ്പിൽ കിട്ടിയ കാര്യമോ പറഞ്ഞത്. ഏതായാലും മൈക്കിളച്ചൻ ഇടപെട്ടത് കൊണ്ട് ജയിലിൽ പോകാതെ പുറത്തിറങ്ങാൻ പറ്റി. എടി 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 നിക്കടി. നിന്റെ അമ്മയുടെ ഗുണവചാരം കൊണ്ട് നിന്റെ എത്ര കല്യാണം ഒഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ട് ഞാൻ അവരുടെ ആരുടെയെങ്കിലും വള്ളപ്പര കത്തിച്ചോ? എന്താ കാര്യം? അച്ഛന് തീരെടുത്ത് നിൽക്കാൻ പറ്റൂലല്ലോ. കാരണം എന്താ, അകത്ത് മുഴുവൻ മണ്ണെണ്ണയല്ലേ. അതല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു അപകടമാണ്. അത് ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് സംഭവിക്കണം. കല്യാണം വെടിക്കട്ട. ആ കാരണൊരു കാരണം നമ്മുടെ മോഹനും അപ്പച്ചനും ഒക്കെ തല്ലുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഉണി കണ്ട തുണി തൈ അപ്പൊ തന്നെ മകന് കിട്ടിയതാ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞത് പോലീസുകാരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അല്ല സെക്രട്ടറി, നഷ്ടപരിഹാരം എന്ത് കൊടുക്കേണ്ടി വരും? വള്ളത്തിന് കേടുപാട് പറ്റാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ആ വള്ളപ്പുരം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അതും താമരയുടെ തലയിലായി. ഏത് നേരത്തെ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയെന്ന് അറിയില്ല. എന്റെ തെറ്റ ഞാൻ തന്നെ അനുഭവിക്കണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ പാത്രങ്ങൾ ഇങ്ങനെ എറിഞ്ഞ് ചളുക്കണ്ട. അപ്പൊ ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്തെന്ന് ബോധ്യമുണ്ടല്ലേ? ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്ക് ദേഷ്യം ബന്ധപ്പെടാൻ വള്ളപ്പര കത്തിച്ചത് അത് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. നിനക്ക് ദേഷ്യം ബന്ധപ്പെട്ട് നീ പാത്രങ്ങൾ എറിഞ്ഞത് തെറ്റായി പോയി നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ പാത്രങ്ങൾ ഞാൻ എറിയണ പോലെയാണോ മറ്റുള്ളവരുടെ വെള്ളപ്പുര കത്തിക്കണത്? പിന്നെ എന്റെ സ്വന്തം കാശ് മുടക്കി അവരോട് വള്ളപ്പര പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റുമോ? ദേ KP, വെറുതെ തർക്കിക്കാൻ വരരുത് കേട്ടാ. KP വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കണേ. ആദ്യം വല മുറിച്ചു, പിന്നെ എന്റെ ചിട്ടിക്കാശ് കൊണ്ടുപോയി നശിപ്പിച്ചു. ഇപ്പതാ എല്ലാരും പോലീസ് സ്റ്റേഷനിൽ. വല മുറിച്ചത് അറിവില്ലാത്തോട് തന്നെ. പക്ഷെ ചിട്ടിക്കാശ് മുടക്കിയത് നിനക്ക് വേണ്ടിയാ. ശരിയാ, എല്ലാം സമ്മതിച്ചു. നിന്റെ കാശാ. നിനക്കറിയാവോ, കോടികളുടെ ആസ്തിയുള്ളവനായി KP. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇപ്പൊ പിച്ചക്കാരന്റെ അവസ്ഥയാ. നിന്നെ സ്വന്തം മകളായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. കല്യാണം ഒഴിവ് പറഞ്ഞപ്പോ അവരോട് വൈരാഗ്യം തോന്നിയത് അതുകൊണ്ടാ. അവരെന്താ നിന്നെ പറ്റി എന്നോട് പറഞ്ഞെന്നറിയാവോ? ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ സ്വഭാവശുദ്ധിയിൽ അവർക്ക് വിശ്വാസമില്ലെന്ന്. ആണുങ്ങളുമായി കൂട്ടുകൂടി നടക്കുന്ന ഒരു പെണ്ണിനെ അവരുടെ ചെറുക്കന്റെ തലയെ കെട്ടിവെക്കണ്ടെന്ന് കൊല്ലാനാ ആദ്യം തോന്നിയത്. ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്നെ ഞാൻ എന്റെ മകളായിട്ട് കാണുന്നില്ലെന്നാ. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ബോധ്യമായി, എന്നെ ഒരച്ഛനായിട്ടല്ല നീ കാണുന്നത്. നിനക്ക് ഞാൻ വെറും ഒരു കാവൽക്കാരനാണ്. കാവൽക്കാരൻ. കാവൽക്കാരൻ പിണങ്ങിയിരിക്കാണോ അതോ കടലിന് കാവലിരിക്കാണോ? ഈശ്വരാ, ചെവി കേൾക്കാത്ത ഒരാളെയാണല്ലോ ഞാൻ കാവല് നിർത്തിയിരിക്കണേ. ഏയ്, ഇങ്ങോട്ടൊന്ന് നോക്ക്. അയ്യോ, ഇതെന്തൊരു നോട്ടാപ്പാ. അതെ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? വേണ്ട. ഞാൻ കാവൽക്കാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെന്താ കഴിച്ചാല്? എഴുന്നേക്ക്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. വെറുതെ ഗമ കാണിക്കല്ലേ KP. ഓരോന്നും തന്നെ ആലോചിച്ചു കൂട്ടിയിട്ട് കാവല് നിൽക്കാൻ എന്റെ വീടെന്താ ബാങ്കോ അതോ കൊട്ടാരോ? എനിക്ക് വിശക്കുന്നുണ്ടോന്ന് എണീറ്റ് വാ, വെറുതെ സമയം കളയല്ലേ. എഴുന്നേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, ഉണ്ടാക്കിയല്ലേ കടലിൽ കൊണ്ടേ കളഞ്ഞേക്കാം. എന്നിട്ട് രണ്ടുപേർക്ക് പട്ടിണി കിടക്കാം. വാശി കയറ്റിയ എനിക്കും വാശിയാ. പച്ച വെള്ളം കുടിക്കില്ല ഞാൻ. വേണ്ട, കുടിക്കണ്ട. നിന്റെ ചീത്ത എങ്ങിട്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? വാശി എങ്കിൽ വാശി. നോക്കാം 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 നോക്കാം. നോക്കാം. നിനക്ക് വിഷമാവുമല്ലോ എന്ന് കരുതി ഞാൻ തോറ്റു തന്നൊന്നുമല്ല. പട്ടിണി കിടന്നാൽ ആദ്യം ചാകുന്ന ഈ കളവനായിരിക്കും. അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സമാധാനമായിട്ട് ജീവിക്കണ്ട. എന്നാലും ഒന്ന് വിളിക്കാൻ കൂടി ചെയ്യാണ്ട് ഒറ്റയ്ക്കിരുന്ന് തട്ടയാണ്. എന്തിനാ വിളിക്കുന്നത്? ഉടമസ്ഥ ഒരു കാവൽക്കാരനോട് ആഹാരം കഴിക്കാറില്ലല്ലോ. എന്നാ ഈ ഉടമസ്ഥ കാവൽക്കാരന്റെ കൂടെ ഇരുന്നേ ആഹാരം കഴിക്കൂ. കാര്യം എന്താണെന്നറിയോ?
സ്വന്തം അച്ഛൻ തന്നെ അവളുടെ കാവൽക്കാരൻ. വേണ്ട വേണ്ട, സോപ്പൊന്നും ഇടണ്ട. ഞാനിപ്പോ ഒരു ശല്യക്കാരനായിട്ടാ നിനക്ക് തോന്നുന്നത്. തോന്നലല്ല, ശല്യം തന്നെയാ. ഉം. പുറംകടലിൽ വള്ളമായിട്ട് പോകുമ്പോ ചില തിരകളും കാറ്റും ഒക്കെ ശല്യമായിട്ട് വരും. കാറ്റിനെയും തിരകളെയൊക്കെ മറികടന്ന് മീൻ പിടിക്കുമ്പോഴേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ചില ശല്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാ. എന്താ നിക്കണേ, നടക്ക്. ഞങ്ങളെയും കൊണ്ട് ഇനി എങ്ങോട്ടാണച്ചോ? ഏതായാലും സിമിത്തേരിയിലേക്കല്ല, ധൈര്യമായിട്ട് എന്റെ കൂടെ വരിക. നിങ്ങളുടെയൊക്കെ ശരീരം പഴയ പോലെ ആക്കണ്ടേ? പോലീസുകാരന് ഇടിയേക്കാൾ ഭീകരായിരുന്നു അച്ചോ ആ ഒഴിച്ചിലാരനെ ചവിട്ടി തിരുമ്മില്ലേ. അത് ഈ ആഴ്ച മുഴുവൻ ചെയ്യേണ്ടതായിട്ട് വരും. അയ്യോ, ദോഷം പറയരുതല്ലോ, നമ്മുടെ പോലീസുകാർക്ക് നല്ല ആരോഗ്യ. എങ്ങനെയുണ്ട്? പിന്നെ നല്ല സുഖല്ലേ. ചങ്ങനാശ്ശേരിയിൽ നാടകം മുടങ്ങിയപ്പോ ഉത്സവ കമ്മിറ്റിക്കാര് തന്ന അതേ സുഖം. നിനക്കൊന്നും തോന്നരുത് താമരെ. ആ KP പോലത്തെ 1-2 അച്ഛന്മാരെ കൂടെ എടുക്കാണ്ടാവോ? എടി, അച്ഛനില്ലാത്ത നിനക്ക് അച്ഛനുണ്ടായൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ അച്ഛന്മാർക്ക് മക്കളില്ലാണ്ടായി പോവും. നിനക്കൊരച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനെ ദത്തെടുക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ കടപ്പുറത്ത് എന്തോരം അച്ഛന്മാരുണ്ട്. ഒറിജിനൽ അച്ഛൻ വരെ ഉണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പൊ ഇവളെ പഴിച്ചിട്ട് എന്താ കാര്യം? എന്നാലും താമരെ, കേട്ടിടത്തോളം അയാള് നിനക്കൊരു തലവേദന. കഴിയുന്നതും വേഗം നല്ല രീതിയിൽ പറഞ്ഞു വിടാൻ നോക്ക്. വേണ്ടച്ചോ, ഇനി KPയുടെ ഭാഗത്തു നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവാണ്ട് ഞാൻ നോക്കിക്കോളാം. ഇവള് നമ്മളെ കൊല്ലിച്ചടക്കൊള്ളൂട്ടാ. ദേ ഇങ്ങോട്ട് നടന്നേ, പണിയുണ്ട് വാ. പുഷ്പേച്ചി കട ഓർക്കാനായിട്ട് ഇപ്പൊ ഇതില് വരും. അണ്ണൻ എന്തെങ്കിലും കാര്യം തുറന്നു പറയണം. ഞാൻ എന്താ പറയാ? അത് ഞാൻ പറഞ്ഞായിരുന്നോ? ഒന്നെങ്കിൽ ഐ ലവ് യു എന്ന് പറയണം, അല്ലെങ്കിൽ കല്യാണത്തിന് സമ്മതാണോ എന്ന് ചോദിക്കണം. രണ്ടും പറയും. ഐ ലവ് യു എന്ന് പറയും, കല്യാണത്തിന് സമ്മതാണോ എന്ന് ചോദിക്കും. മതി, ഇതുപോലെ വിക്കില്ല അതങ്ങ് പറഞ്ഞാ മതി. ദേ വരുന്നുണ്ട്, ഞാനങ്ങ് മാറിനേക്കാം. എന്താ ചന്ദ്രേട്ടാ ഇവിടെ ഇങ്ങനെ നിക്കണേ? ഐ ഐ ഐ ഐ ഐ ഐ ഐ ഐ ഐ ലവ് യു. ഐ ഐ ഐ ഐല ഐല. ഓ, അയില വാങ്ങിക്കാൻ പോണേണോ? അതല്ല, പിന്നെ കല്യാണത്തിന് ഐ ലവ് യു എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തവർക്ക് പ്രേമിക്കാൻ യാതൊരു യോഗ്യതയില്ല. പുഷ്പേച്ചിക്ക് മീൻകച്ചവടമാവാതിരുന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ഈ പങ്കായം പോലെ ഒരു കൊട്ട അയിലും ഇവിടെ ഇരുന്നേനെ. തലയുടെ അസുഖം എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ? മരവിപ്പാണെന്നാ. മരവിപ്പല്ല, മാറിയെന്ന് പറഞ്ഞതാ. ഏത് കല്യാണത്തിന് പോണ കാര്യം പറഞ്ഞേ? ആ കല്യാണം ഈ അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പുഷ്പേച്ചിയല്ലേ? 2 മന്ദബുദ്ധികളെ പ്രേമിപ്പിക്കാൻ നോക്കി എന്നെ വേണം പറയാൻ. അയ്യോ അയ്യോ, മേലുവേദന മുഴുവനായിട്ട് അങ്ങോട്ട് വിട്ടിട്ടില്ല. മൈക്കിളച്ചിന്റെ കഷായം 2 ദിവസത്തേക്കും കൂടിയില്ലേ? അത് തീരുമ്പോ വേദന മാറിക്കോളും. എന്നാലും KP ചെയ്തൊരു ചതി. എല്ലാവർക്കും ഉണ്ടാവും കുറ്റങ്ങളും കുറവുകളും. ഒന്നോർത്താ താമരയോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങേരി കാട്ടിക്കൂട്ടുന്നൊക്കെ. കെട്ടിയാടെ തല്ലു കൊള്ളിച്ചിട്ടും അവക്ക് ആ കാർന്നോരോടാണ് സ്നേഹം. അമ്മായി ഇങ്ങനെ ചുള്ളിക്കമ്പിന്റെ അടുത്തിരുന്ന് ആരെങ്കിലും അറിയാതെ അടുത്ത് അടുപ്പിൽ വെക്കോട്ടാ. ഓ, തമ്പുരാട്ടിയെ പറഞ്ഞാല് ആനക്കടാണ് അവന്. സരസ്വതി പറഞ്ഞതിലും കാര്യമുണ്ട്. അച്ഛനെ പോലെ കാരണവർ ഇവിടെ ഉള്ളത് അവർക്ക് സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ഇത്തിരി സഹിച്ചാലും തെറ്റൊന്നുമില്ല. സഹിച്ചോളാമേ, അല്ലെങ്കിലും അമ്മച്ചിക്ക് ഇവളുടെ കാര്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എല്ലാം. എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഇതും എന്റെ അമ്മ തന്നെയാ. അപ്പോ ഇത് നിന്റെ അമ്മയും ആ കാർന്നതിന്റെ അച്ഛനുമായിട്ട് വരുമ്പോ ഇവര് കെട്ടിയാലും കെട്ടിട്ട് വരുവാടി. അതിന് വേണ്ടാത്ത വർത്താനം പറയുന്നത്. ഞാനൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളു. ആ റെപ്പേല് കുട്ടിച്ചാണ്ട് ഈ സാധനം തലയിലാവെന്ന് പേടിച്ച് നാട് വിട്ടതാവാനേ വഴിയുള്ളൂ അല്ലേ? പോടാ അവിടുന്ന്. അങ്ങേരിക്ക് എന്നോട് ഒടുക്കത്തല്ല ആവുവാർന്ന് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതെ, ആ കാർന്നവരുടെ മോൻ സിനിമ പ്രൊഡ്യൂസർ എന്നല്ലേ പറഞ്ഞേ? അതെ. ചേട്ടന് വല്ല ചാൻസ് നോക്കിക്കൂടെ സിനിമയില്? ശരിയാ, KPയെ കൊണ്ട് ശല്യം അല്ലാതെ ഉപകാരം വല്ലതും ഉണ്ടാവും നമുക്ക് നോക്കാം.